നോക്കണ്ട, ശ്രദ്ധിക്കണ്ട. സൂപ്പർ സാധനം. അമ്പ ജയ് ഹനുമാൻ. ഞങ്ങള് വാരണാസിയിലെത്തി. ഏകദേശം 1:30-2 മണിയാവാറായി. 2 മണി. ഈ കാണുന്നതാണ് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടല്. ഇത് ശരൺ പാൽ. മണികർണിക ഘട്ടാണ്. 24 മണിക്കൂറും ശവസംസ്കാരം നടക്കണ ഘട്ട്. ഞങ്ങൾ അയോധ്യയിലെ ഇത് കഴിഞ്ഞ അയോധ്യയിൽ നിന്ന് ഇപ്പോൾ തിരിക്കുകയാണ്. ഇനി നേരെ വാരണാസി. ഇപ്പോൾ പോകുന്ന വഴിയിൽ ഭരതൻ്റെ ഒരു അമ്പലമുണ്ട്, അവിടെ കയറിയിട്ടാണ് പോവാം. അപ്പോൾ ഞങ്ങളുടെ ഡ്രൈവർ മാറി. ആളുടെ പേര് അമൻ അല്ലേ? ഹലോ, പുതിയ ആളാണ്. ഇന്നലത്തെ ആൾ മാറി. അപ്പോൾ ആളാണ് ഞങ്ങളുടെ കൂടെ വാരണാസിയിലേക്ക് വരുന്നത്. വാരണാസിയിലേക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 200-210 കിലോമീറ്റർ ഉണ്ട്. 4 മണിക്കൂർ ഓടിക്കും. അപ്പോൾ ഇപ്പോൾ രാവിലെ 10 മണി. ഇപ്പം ഞങ്ങളൊരു 2 മണി അല്ലെങ്കിൽ 3 മണിക്ക് വാരണാസി എത്തും. അപ്പോൾ ഇന്ന് വൈകുന്നേരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗംഗാരതി, ഈവനിങ് ഗംഗാരതി കാണാനുള്ള ഒരു പ്ലാനുണ്ട്. പിന്നെ ബാക്കി നാളെ ഒരു പകൽ മുഴുവൻ വാരണാസിയിലുണ്ടാവും. അപ്പോൾ വാരണാസിയിലെ കാഴ്ചകൾ ആണ് ഇനി വരുന്ന 2 ദിവസം. ഞങ്ങൾ ഇപ്പോൾ പോകുന്ന വഴിയിൽ ഭരത് ഹനുമാൻ ടെമ്പിൾ ഉണ്ട്, അവിടെ വന്നിട്ടുള്ളതാണ്. ഭരതൻ്റെ ക്ഷേത്രമാണ്. ഭരതനും ഹനുമാനും കൂടിയിട്ടുള്ള ക്ഷേത്രം. ഇതാണ് അമ്പലം. ചെറിയൊരു അമ്പലമാണ്. ഏതായാലും അതിന് ഉള്ളിലൊന്ന് പോയി വരാം. ഭരതനും ഹനുമാനും കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഇതാണ് അവിടുത്തെ ഇത്. അങ്ങനെയാ ഭരതനും ഹനുമാനും കെട്ടിപ്പിടിച്ചിരിക്കുന്നത്. ഇത് ശരൺ പാൽ. ഹിന്ദി മുഴുവൻ മനസ്സിലാവില്ലേ? ഇത് ഹനുമാനാണ്. ഇവിടെ ഹനുമാൻ. ഇവിടെ ഒട്ടും തിരക്കില്ല കേട്ടോ, അല്ലേ? തീരെ തിരക്കില്ല അതിനുള്ളിൽ. ഇവിടെ വന്ന് തിരക്കില്ലാണ്ടൊരു സ്ഥലം കണ്ടത് ഇവിടെ. ബാക്കി എവിടെയും തിരക്കാം. ഇവിടെ കുറച്ച് തിരക്ക് കുറവുണ്ട്. യോഗിരാജ് ശ്രീ ഭരത്ജി കാ പ്രാചീൻ മന്ദിർ. ഇതിനപ്പുറത്ത് വേറൊരു അമ്പലം, ചെറുതാണത്. പക്ഷേ ഇതൊന്നും നമ്മുടെ കേരളത്തിലുള്ള അമ്പലങ്ങളിലെ പോലുള്ളൊരു സിസ്റ്റം അല്ല. ഇവിടെ നല്ലൊരു ആലുണ്ട് കേട്ടോ, നല്ല അടിപൊളി ആലുണ്ട്. ഒരു ടോട്ടൽ നമ്മുടെ നാട്ടിലുള്ള കൾച്ചറേ അല്ല, വേറെ രീതിയാണ്. പക്ഷെ അവരത് വളരെ നല്ല രീതിയിലല്ലെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നോക്കണ്ട, ശ്രദ്ധിക്കണ്ട. സൂപ്പർ സാധനം. അമ്പ ജയ് ഹനുമാൻ.
ഇതെന്താ ശ്രീ കൽക്കി ദർബാർ, ശ്രീ കൽക്കി ദർബാർ. ഇതിലുള്ള ശ്രീരാം ഭരത് അല്ല, ഇവിടെ യോഗിജിര ഫോട്ടോ ഒക്കെ ഉണ്ട്. യോഗിജിര, യോഗി ആദിത്യനാഥ്. ये कुंड है അമ്പലക്കുളമാണ്. അത്രേ അത് ശരി. ആ അമ്പലത്തിന്റെ ഇപ്പൊ നമ്മൾ പോയ അമ്പലത്തിന്റെ അമ്പലക്കുളാണ് ഇവിടെ. അയ്യോ, ഞങ്ങൾ വാരണാസിയിലെത്തി. വാരണാസി ടൗണിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ കാശി മോക്ഷത്തിന്റെ നഗരം. പക്ഷെ ഇതൊക്കെ ഭയങ്കരമായി ഡെവലപ്പ് ചെയ്ത് കിടക്കുന്ന സ്ഥലമായിട്ട്. ഈ ഭാഗമൊക്കെ നോക്കി കഴിഞ്ഞാൽ ഭയങ്കര ഡെവലപ്മെന്റ്. ഞങ്ങൾ പോകുന്നവർ അവിടെ പഴയ സ്ഥലത്തേക്ക് എത്തുമ്പോൾ ഒരുപാട് മാറ്റം ഉണ്ടാവും. അതിന്റെ തൊട്ടടുത്തായി കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ഇതുണ്ടാവും. വാരണാസി ടൗണിലേ ബ്ലോക്കിനൊരു കുറവില്ല കേട്ടോ. അയോധ്യ വെല്ലണ ബ്ലോക്കാ. ഇതാണ് സ്ഥിതി. ഇതെങ്ങനെയാണ് ബ്ലോക്ക്? ഈ സ്കൂട്ടർ നോക്കട്ടാ, ഫ്രണ്ട് മാത്രം സ്കൂട്ടർ ഉണ്ട്, ബാക്കില് ഒരു വണ്ടി, ഫ്രണ്ട് സ്കൂട്ടറും. ഇത് കണ്ടില്ലേ നോക്കൂ. ഞങ്ങള് വാരണാസിയിലെത്തി. ഏകദേശം 1:30-2 മണിയാവാറായി. 2 മണി. ഈ കാണുന്നതാണ് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടല്. ഇത് അടുത്തല്ല, ഘട്ടിന്ന് കുറച്ച് മാറിയിട്ടാണ് ഹോട്ടല്. ഏതായാലും ഹോട്ടലിൻ്റെ ഉള്ളിൽ കയറിയിട്ടും കാണാം. ഈ ഹോട്ടല് സിറ്റിയുടെ നടുവിൽ തന്നെയാണ്. വാരണാസി ടൗണിൻ്റെ നടുവിലാണ്. ഇവിടുന്ന് 4 കിലോമീറ്റർ ഉണ്ട് ദശാശ്വമേധ് ഘട്ടിലേക്ക്. ദശാശ്വമേധ് ഘട്ടിലാണ് ഈവനിങ്ങിലുള്ള ഈ ഗംഗാരതി നടക്കുന്നത്. അപ്പോൾ ഞങ്ങളിന്ന് 4:30 വരും, ഡ്രൈവർ വരും. അത് കഴിഞ്ഞ് ദശാശ്വമേധ് ഘട്ടിൽ പോയിട്ട് ഗംഗാരതി കാണും. അത് കഴിഞ്ഞ് തിരിച്ച് ഹോട്ടലിൽ വരും. പിന്നെ നാളെ ഒരു ദിവസം പകൽ മുഴുവൻ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. ഇതാണ് ഹോട്ടല്. ഹോട്ടലിൻ്റെ റിസപ്ഷൻ പ്രിമൈസ്. നല്ല ഹോട്ടലാണ്. പക്ഷേ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ടൗണിൻ്റെ നടുവിലാണെന്നല്ലോ. വണ്ടികളാണെങ്കിൽ ഹോണടിച്ചിട്ട് രക്ഷയില്ലേ. ഹോണടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോണമൊന്നും കൈയെടുക്കണില്ല ഒരുത്തിനും. അതേപോലെ ഹോണടി. എങ്ങനെ ചെവിയുടെ പണി തീരും. അജാതി ഹോണടിയാണ് റോഡിൽ. അത് ഒരു രക്ഷയില്ല. പിന്നെ റോഡ് വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഈ പലപ്പോഴും വടക്കേ ഇന്ത്യയിലെ പല ഇതും കാണുമ്പോൾ വൃത്തികേടായിട്ടൊക്കെ പല വീഡിയോകളും കാണാം. ഇത് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. അപ്പോൾ അയോധ്യയിൽ പോയപ്പോഴും ഓൾമോസ്റ്റ് ഒരുവിധപ്പെട്ട സ്ഥലങ്ങൾ മുഴുവൻ ഒരു വൃത്തിയാക്കി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ പ്രശ്നമുണ്ട്. വാരണാസിയിൽ ഇപ്പോൾ ഞങ്ങൾ ടൗണിലാണ്. ഇനിയിപ്പോൾ വാരണാസിയുടെ ആ ടൂറിസമായിട്ടുള്ള മേഖലയിൽ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ അവിടെയൊക്കെ പോകുമ്പോഴുള്ള സ്ഥിതി എങ്ങനെയാണെന്ന് അറിയില്ല. ഏതാ ഫ്ലോറ്? रूम नंबर 207-208. ഇത് ഫിനിഷാണോ? യെസ്. അച്ഛാ, നല്ല റൂമാണ്. അടിപൊളി റൂം. 10 मिनट में सर वो भी हो जाएगा. ओके. वो लेकर आ रहे हैं. ഇവിടെ മിററുണ്ട്. ഇനി ബാത്റൂമാണ് നമുക്ക് കാണണ്ട. ആദ്യം ബാത്റൂം മോളാണ്. അപ്പോൾ പ്രശ്നമില്ല. ബാത്റൂമാണ്. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ വളരെ ക്ലീൻ ആൻഡ് നീറ്റ് ഹോട്ടലാണ് വാരണാസിയിൽ. സെപ്പറേറ്റ് ബെഡാണല്ലോ. ചെയറുണ്ട് ഇരിക്കാം, കുഴപ്പമില്ല. ഞങ്ങൾ ദശാശ്വമേധ് ഘട്ടിലെ
ഗംഗാരതി കാണാൻ വേണ്ടിയിട്ട് പോവാണ്. 4:30 അസ്തമയത്തോട് കൂടിയിട്ടാണ് ആരതി തുടങ്ങുക. ഈ ഒരു ഓട്ടോറിക്ഷയിൽ എത്ര ആൾക്കാർ ഇരിക്കുന്നത്. വാരണാസി സ്റ്റേഷൻ. മണികർണിക ഘട്ടാണ്. 24 മണിക്കൂർ ശവസംസ്കാരം നടക്കണ ഘട്ട്. Shivaya.